ടി.പി. ചന്ദ്രശേഖരനെ വെട്ടിക്കൊലപ്പെടുത്തിയതിലും ഗൂഢാലോചനയിലും പ്രതികൾക്കുള്ള പങ്കിന് വ്യക്തമായ തെളിവുണ്ടെന്ന് ഹൈക്കോടതി. CPM മുൻ പ്രാദേശിക നേതാക്കൾ ചന്ദ്രശേഖരൻ കൊലപ്പെടുന്നതിന് മുൻപ് ഗൂഢാലോചനയുടെ ഭാഗമായി ഫോൺ സംഭാഷണം നടത്തിയതായും കണ്ടെത്തൽ. ജ്യോതിബാബു, KK കൃഷ്ണൻ അടക്കമുള്ളവർക്ക് ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നും ഇരുവർക്കുമെതിരെ കുറ്റം ചുമത്തുന്നതിൽ വിചാരണ കോടതി പരാജയപ്പെട്ടുവെന്നും വിധിന്യായത്തിൽ പറയുന്നു. ടി.പി. ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയതിലും ഗൂഢാലോചനയിലും പ്രതികൾക്കുള്ള പങ്കിന് വ്യക്തമായ തെളിവുകളുണ്ടെന്നാണ് വിധിന്യായത്തിൽ ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ടി.പി. ചന്ദ്രശേഖരൻ കൊല്ലപ്പെടുന്നതിന് മുൻപ് 2012 ഏപ്രിൽ 2-നും 20-നും ഇടയിൽ KC രാമചന്ദ്രൻ, ജ്യോതിബാബു, കുഞ്ഞനന്ദൻ എന്നിവർ തമ്മിൽ 32 ഫോൺ വിളികൾ നടന്നു. ഇവരെല്ലാം CPMന്റെ സജീവ പ്രവർത്തകരാണ്. കൂടാതെ 2012 ഏപ്രിൽ 10-ന് കൊലപാതകത്തിന്റെ ഭാഗമായുള്ള ഗൂഢാലോചനയാണ് സമീറ ക്വാർട്ടേഴ്സിൽ വെച്ച് നടന്നതെന്ന് മനസ്സിലാക്കുന്നതായി വിധിന്യായത്തിൽ ഹൈക്കോടതി വ്യക്തമാക്കുന്നുണ്ട്. 2012 ഏപ്രിൽ 20-നും 24-നും ഇടയിൽ കിർമാണി മനോജ്, മുഹമ്മദ് ഷാഫി, KC രാമചന്ദ്രൻ, ജ്യോതിബാബു, കുഞ്ഞനന്ദൻ എന്നിവർ തമ്മിൽ 16 തവണ ഫോൺ വിളികൾ ഉണ്ടായി. കേസിലെ 1 മുതൽ 7 വരെയുള്ള പ്രതികൾക്കെതിരെ കൊലപാതകത്തിൽ നേരിട്ടും അല്ലാതെയും പങ്കെടുത്തതിന്റെ തെളിവുകൾ ഉണ്ട്. CPM നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതിന്റെ തെളിവുകളും ഇക്കൂട്ടത്തിലുണ്ടെന്നും ഹൈക്കോടതി വ്യക്തമാക്കുന്നു. എന്നാൽ P. മോഹനൻ ഗൂഢാലോചനയിൽ പങ്കെടുത്തുവെന്നതിന് തെളിവുകൾ ലഭിച്ചിട്ടില്ലെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. KK കൃഷ്ണൻ, ജ്യോതിബാബു എന്നിവർക്കെതിരെ ഗൂഢാലോചന കുറ്റം നിലനിൽക്കും. ഗൂഢാലോചന കുറ്റം ചുമത്തുവാൻ ആവശ്യമായ തെളിവുകൾ ഉണ്ടായിരുന്നിട്ടും വിചാരണ കോടതി അക്കാര്യത്തിൽ പരാജയപ്പെട്ടുവെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ജനാധിപത്യ തത്വങ്ങളുടെ വേരുകൾ നശിപ്പിക്കുന്ന വിഷമാണ് രാഷ്ട്രീയ അക്രമമെന്ന അമർത്യ സെന്നിന്റെ വാചകവും ഹൈക്കോടതിയുടെ വിധിന്യായത്തിൽ ഉണ്ട്. ജനം, കൊച്ചി.